അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹം നല്ലവനാണ്, മിടുക്കനാണ്, ഹാർഡ് വർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കീഴ്മേൽ മറിയുകയാണ്. ഇപ്പോൾ വ്യഗ്രതയാണ് ഇദ്ദേഹത്തെ കള്ളനാക്കുവാൻ. എന്തിനാണ് ഈ വ്യഗ്രത? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത്രമാത്രം പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞോളൂ. 20 ലക്ഷം രൂപയുടെ ശശിധരന്റെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച മെഷീൻ ആദ്യം പറഞ്ഞു തനിക്കറിയില്ല, പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു താൻ അത് ഉപയോഗിക്കാൻ, തനിക്ക് തന്റെ കൂടെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളൂ. ഇതെല്ലാം പിന്നെ വിഷ്വൽ എവിഡൻസ് ഈസ് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഇതുവരെ ആ മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല. 12 ലക്ഷത്തിന്റെ ഉപകരണമാണ് കണ്ടുപിടിച്ചത്. തലേദിവസം നോക്കുമ്പോൾ ഉപയോഗിക്കാൻ അറിയാതെ മാറ്റിവെക്കാതെ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഗുരുതരാവസ്ഥയിൽ രോഗികൾ വന്നു ഈ മെഷീൻ ഉപയോഗിച്ചിട്ട്, അതുകൊണ്ടാണ് മാറ്റിവെച്ചത്. പിന്നെ ഉപയോഗിച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തണോ? ഞാൻ പറഞ്ഞു, ഒരാളെ ഇരുത്തിയിട്ട് ഇങ്ങനെ മിണ്ടിക്കാതിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. എന്റെ കയ്യിൽ നിന്നൊന്നും നിങ്ങളൊക്കെ മാധ്യമങ്ങൾ കാണിച്ച കാര്യങ്ങളാണ്. തലേദിവസം പറഞ്ഞു എന്റെ ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ അത് ഉപയോഗിക്കാൻ പറ്റാത്ത മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഈ മാറ്റിവെച്ച ഈ ഉപകരണം എവിടെ? സ്റ്റിൽ നൗ അത് കണ്ടുപിടിച്ചിട്ടില്ല. ഈ സാധനം തന്നെ അവിടെ ഉള്ളത്. താങ്കൾ ഇതെന്താണ് മനസ്സിലാക്കാത്തത്? മന്ത്രി മോഷണം പോയി എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് അവിടെ ഉള്ളത്. അതാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. മിസ്റ്റർ യു ജസ്റ്റ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. ഞാൻ സംസാരിക്കുന്നത് താങ്കൾ ഈ പറയുന്നത് ഞാനൊക്കെ മെഡിക്കൽ കോളേജ് 24 മണിക്കൂർ ഉള്ള ആളാണ്. അങ്ങ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് താങ്കൾ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാണാനില്ല എന്നല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് മന്ത്രി പറഞ്ഞത് അവിടെ ഉണ്ട് എന്ന് പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തത് അതിൽ വൈദഗ്ധ്യം നൽകിയിട്ടില്ല. ഒരുപാട് ഉപകരണം ഇത് മാത്രമല്ല, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അല്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. വിവിധ ഉപകരണങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വിവിധ ഉപകരണങ്ങൾ ബാംഗ്ലൂരോ ഡൽഹിയിലോ പോയി അല്ല പറയുന്നത്. താങ്കൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണമെന്ന് എന്ത് ന്യായമാണ്? ഒരു കാര്യം റജി, ശ്രീകുമാറിന് ഇക്കാര്യം മുഴുവൻ അറിയാം. കാരണം ശ്രീകുമാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്, മുൻ വാർഡ് കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലോക്കൽ കാര്യങ്ങൾ താങ്കളെക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് താങ്കൾക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ താങ്കൾ ഞാനുമായിട്ട് വിവിധ ചർച്ചകളിൽ അപ്പോഴെല്ലാം താങ്കൾ ഈ മെഡിക്കൽ കോളേജ് വിഷയത്തിന് മാത്രമേ ഞാൻ വരാറുള്ളൂ. താങ്കൾക്ക് ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും അറിയാം. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാതെ വല്ലവനും പറയുന്നത് കേട്ടുകൊണ്ടാണ് താങ്കൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. ഇത് തെറ്റാണ്. ഡോക്ടറൊന്നുമല്ല അദ്ദേഹം, പക്ഷെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ 10-30 വർഷമായി മെഡിക്കൽ കോളേജ് രാവും പകലും അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. പാവപ്പെട്ടവന് സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അവിടുത്തെ സിസ്റ്റത്തിന് വിഷയം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് വിഷയം ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. ഇവിടെ സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രി ഇന്ന് വരെ ആ സിസ്റ്റത്തിന്റെ തകരാറ് എവിടെയാണ് കണ്ടെത്തിയിട്ട് പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്. ആ മന്ത്രി പരിഹരിക്കാൻ ചെയ്യുന്നത് ഹാരിസിനെ കള്ളനാക്കിക്കൊണ്ട് ഈ കുത്തഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിനെ അവിടെ കഴിവ് കേട്ട എത്ര ഉദ്യോഗസ്ഥരെയാണ് തലപ്പത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. ആ നല്ല കൊള്ളാമെന്നുള്ള ഒരു ഡോക്ടറും അവിടുത്തെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യം താങ്കൾ മനസ്സിലാക്കാതെ അതാണ് അവിടെ കണ്ടെത്തിയിട്ട് പറഞ്ഞു ശശി തരൂർ എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ സാധനമാണ്, അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പിറ്റേന്ന് പറഞ്ഞു. അത് അദ്ദേഹം ഇതൊരു ചർച്ചയല്ലേ, ഡെമോക്രസി ഇല്ലേ ഇതിനകത്ത്? താങ്കൾ വെക്കുന്നത് അല്ല, താങ്കൾ പറയുന്ന എല്ലാ വിട്ടത്തിനോ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ മിഷൻ കണ്ടെത്തിയില്ല. താങ്കളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ എടുത്ത് ആ സൂപ്രണ്ടിനെയോ പ്രിൻസിപ്പാളിനെയോ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ വിളിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് വിവിധ ചാനലുകൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് CPM-ന്റെ പ്രതിനിധി ഏതെങ്കിലും ചർച്ച വരുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞെന്തറിയാം, ഈ മന്ത്രിയെ വന്നിരുന്ന് പുകഴ്ത്താനും ന്യായീകരിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് CPM-ന്റെ പ്രധാന നേതാക്കളോട് മീഡിയ പ്രവർത്തകരോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ആരെ കൂടി ഈ റെജി ലൂക്കോസ് അല്ലാതെ ഈ മന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ന്യായീകരിക്കാൻ വരുന്നില്ല. സത്യത്തിൽ നിങ്ങൾക്ക് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ നിങ്ങൾ പറയേണ്ടത്? അല്ല, അങ്ങനെയൊന്നും പറയല്ലേ. റജി അങ്ങനെ ചാനലിൽ വരുന്നതുകൊണ്ട് അസംബന്ധം പറയുന്നോ? അല്ല, ഇത്രയും ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടിട്ടില്ല. തെറ്റിനെ തെറ്റെന്ന് പറയുന്നതിന് പകരം സകല കാര്യത്തിൽ ന്യായീകരിക്കണം. കുറ്റക്കാരനെന്നാണ് താങ്കൾ ഇതുവരെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഡോക്ടർ ഹാരിസ് ഈ സിസ്റ്റത്തിന്റെ കുഴപ്പത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞ, ഗതികെട്ട് വിളിച്ചു പറഞ്ഞ ഇടത് സഹയാത്രികൻ, CPM സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് കുറ്റക്കാരനാണ് മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാതായതിൽ. ഇതാണോ താങ്കൾ പറയുന്നത്?
താങ്കൾ എന്നോടുള്ള ചോദ്യം ചോദിക്കുന്നില്ല, എന്താ അർത്ഥമായിരിക്കും? താങ്കൾ സംസാരിക്കാൻ വയ്ക്കുന്നില്ല, താങ്കൾ കൂടെ കൂടിയിരിക്കുന്ന വെട്ടുക്കിളികൾ സംസാരിക്കാൻ വയ്ക്കുന്നില്ല, താങ്കൾ പിന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? എന്താ വെച്ചാൽ താങ്കൾ പറയുന്നതിനേക്കാൾ അതിന്റെ ഒരു വസ്തുത അറിയാവുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് ശ്രീകുമാർക്ക്. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഗവൺമെന്റ് ഈ വിദ്വാനെതിരെ അന്വേഷണം നടത്തണം. CPM നേതാക്കളുടെ വീട്ടിൽ പോയി താക്കോൽ കണ്ടെന്നൊക്കെ ഇയാൾ പറയുന്നത്. അപ്പൊ ഇയാളുടെ തൊഴിലെന്താ? എന്നിട്ട് പറയാം ഞാൻ തമാശ പറയുന്നൊക്കെ ഇത്ര വാക്കുകളാണോ? ഇതാണ് നാം പഠിച്ചിരിക്കുന്ന മര്യാദ. പറയൂ, താങ്കൾ പറയൂ. അല്ലല്ല, ഈ ഡോക്ടറെ കുറ്റക്കാരനാണ്, ഇതാണോ ശ്രീ റജി ലൂക്കോസ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാനത് തുറന്ന് ചോദിക്കുകയാണ്, ഡോക്ടർ കുറ്റക്കാരനാണോ? സമയത്ത് താങ്കൾ പോയി കയറിയത് ഈ താക്കോൽ കണ്ടത് താങ്കൾ മറുപടി പറയണം. ചുമ്മാ ചാനലിൽ നിന്ന് മൈക്കിന് ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. ഞങ്ങൾക്ക് മാന്യമായിട്ടാണ് ചാനൽ ഇടപെടുന്നത്. എന്താണ് താക്കോലിന്റെ കാര്യം? എന്താണ് ആ താക്കോൽ എവിടെയായിരുന്നു എന്നാണ്? അല്ല, സർക്കാർ ഈ മനുഷ്യരെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ മന്ത്രി വീണാകുമാണ്. എന്താണ് CPM പ്രവർത്തകരുടെ വീട്ടിലൊക്കെ കയറി നോക്കുമ്പോൾ അവിടെ താക്കോലിരിപ്പുണ്ടെന്ന് മെഡിക്കൽ കോളേജിന്റെ പറഞ്ഞിട്ട് പറയാം തമാശ പറയാണെന്ന് വാക്കുകളാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെല്ലാം വീട്ടിൽ നമ്മൾ കയറി, ഏത് സമയത്താണ് കയറി, അസമയത്താണ് കയറി നോക്കിയത്? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം ആരാണ് താങ്കൾ എന്നുള്ളത് അറിയണം. എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകാനായിട്ട്. തമാശക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ചാനലിൽ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്, ആണോ പറയേണ്ടത്? എന്നിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് വെപ്പ അടിക്കുക, ബഹളം വെക്കുക, എന്നെ കൊണ്ട് മിണ്ടിക്കാതിരിക്കുക. ഇത് എവിടുത്തെ മര്യാദ? ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്നെ പോലുള്ളവരെ വിളിക്കരുത്. ഇത് ഇതേ കഥാപാത്രങ്ങളെ തന്നെ വെച്ച് ചർച്ചയല്ല. ഇത് ചർച്ചയല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഡോക്ടർ ഹാരിസ് കുറ്റക്കാരനാണ്. CPM നേതാക്കളുടെ വീട്ടിൽ കയറി ഇപ്പൊ താക്കോല് കണ്ടെന്നൊക്കെ പറയാനായിട്ട് ഏത് CPM നേതാക്കളുടെ വീട്ടിൽ ഇയാൾ കയറിയിരിക്കുന്നത്? അസമയത്താണോ അല്ലെങ്കിൽ നല്ല സമയത്താണോ? എവിടെ കണ്ടു? അത് പറയട്ടെ. ഈ മനുഷ്യൻ ആദ്യം മറുപടി പറയട്ടെ. അതിനൊക്കെ മറുപടി ഇയാൾ പറയട്ടെ. എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകാനായിട്ട്. ഞാനല്ല, ഉല്ലാസാണ് പറഞ്ഞത്. ഉല്ലാസ് അതിന് മറുപടി പറയണം. ഞാൻ ഒരു കാര്യം പറയാം. BJP ഗോകുലാണ് അതിന് മറുപടി പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. ഗോകുൽ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. മെഡിക്കൽ കോളേജ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു, SAT ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു, RCC ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു. അവിടെ കാണിക്കുന്ന അഴിമതി തെമ്മാരത്തിനും എല്ലാം ഇവിടുത്തെ ലോക്കൽ നേതാക്കളെ അറിഞ്ഞുകൊണ്ട് അവരുടെ നിർദ്ദേശത്തിലാണ് നടക്കുന്നത്. ഗോകുൽ പറഞ്ഞ സത്യമാണത്. തർക്കം വേണ്ട. ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ. ഡോക്ടർ ഹാരിസ്, ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ കുറ്റക്കാരനായി മാറുകയാണോ അല്ലയോ? അത് മാത്രമേ ഉള്ളൂ. താങ്കളും ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് ആണ് കുഴപ്പക്കാരൻ, ഇതാണോ? അടുത്ത തവണ നിങ്ങൾ UDF വേണ്ടി കുഴൽ കുത്തുക. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഇതുപോലത്തെ ചർച്ചക്കാരെത്തി എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത്? ഈ സിസ്റ്റത്തെയും ഈ മെഡിക്കൽ സംവിധാനത്തെ തകർത്ത് സ്വകാര്യ വ്യക്തികൾക്ക് ഓശാന പാടുന്ന ഇയാളെ പോലുള്ളവരൊക്കെ ചർച്ചയ്ക്ക് എത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. വളരെ മര്യാദകൾ. ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ല, താങ്കൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് കുഴപ്പക്കാരനാണ്, അതാണോ? ഏത് വീട്ടിലാ പോയത്? നിയമപരമായ നടപടി. അല്ല, അത് ഗോകുൽ പറയട്ടെ. ഗോകുൽ എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്? ഗോകുൽ പറയൂ. ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ മോശം. ഞാൻ ഇങ്ങനെ ചർച്ച പങ്കെടുത്തിട്ടില്ല. വിഷയത്തിൽ നിന്ന് തെറ്റുകയാണ് റജി. വിഷയം മാറ്റിക്കൊണ്ടു പോവുകയാണ് ഗോകുൽ. റജി ഒന്ന് പറയട്ടെ. താങ്കൾക്ക് മറുപടി കേൾക്കണമെങ്കിൽ കേൾക്കൂ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒരാൾ ഏകപക്ഷീയമായിട്ട് കടന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ഇത് ചെവിയിൽ ഇയർഡ്രം അടിച്ചു പോകും. എന്തൊക്കെ പറയുന്നു? നിങ്ങൾ പറയാൻ അനുവദിക്കാൻ നിങ്ങൾ സമയമുണ്ടെങ്കിൽ മറുപടി പറയാം. അല്ല, ആ CPM കാരുടെ വീട്ടിലെ താക്കോൽ, അതിനെ പറ്റിയാണ് ഗോകുൽ പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതുപോലുള്ളവരൊക്കെയാണ് നിങ്ങൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റജി മറുപടി കേൾക്കൂ. റജി, ഞാൻ മറുപടി പറയാം. ഈ ഇരിക്കുന്ന വിദ്വാന്മാർ ഇടപെടുന്നു. അപ്പൊ ഇത് ചർച്ചയല്ല. ഇതാ ഡോക്ടറെ നിങ്ങളാണ് കള്ളനാക്കുന്നത്. ഇതുകൊണ്ടാണ് ഇടപെടുന്നത്. താങ്കൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാ ചേട്ടാ. ഞാൻ ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി ജീവിച്ച് വരുന്ന ഒരാളാ. മറുപടി ഞാൻ യഥാർത്ഥമായി മറുപടി പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ബോളം വയ്ക്കുന്നത്. താക്കോൽ പൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് പോകാനായിട്ട് ഈ ഡോക്ടർക്ക് എന്താ അധികാരം?
ഇദ്ദേഹത്തിന്റെ വീട്ടിലെ സാധനമാണോ? മറുപടി പറയാം. നിങ്ങൾ സമാധാനപ്പെട്, മറുപടി കേൾക്ക്. നമ്മളെ വിഷയത്തിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട. ഈ പറയുന്ന ഹാരിസ് ചിറക്കലിന്റെ വിഷയം ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ CPM-ന്റെ നിലപാട്. അതുകൊണ്ടാണ് CPM-ന്റെ നിരീക്ഷകനായി ഇവിടെ വന്നിരിക്കുന്ന ആള് ഇത്തരത്തിൽ ഈ ചർച്ചയെ വഴിമാറ്റിവിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈ വിഷയത്തെ ന്യൂസ് 18 ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടാണ് നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ സഹപാനലിസ്റ്റ്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനും പറഞ്ഞ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടേ BJP-യുടെ പ്രതിനിധിയായിട്ട് പോകുള്ളൂ. നിങ്ങൾ CPM-ന്റെ നിരീക്ഷകൻ, നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് അവിടുന്ന് പോകുള്ളൂ. അതിനാണ് അവിടെ ചുമതലപ്പെടുത്തിയിട്ടേക്കുന്നത്. അതിന് ചുമതലപ്പെട്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ വിഷയം കേരളത്തിലെ ആരോഗ്യ മേഖല, കേരളത്തിലെ സർവ്വ മേഖലകളും പൊതുമേഖലകളും താറുമാറായി അതിനെല്ലാം നിഷ്കരണം. ശരി റജി മതിയാക്കൂ. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റജി മതിയാക്കൂ. അല്ല ഇത് ചർച്ച ഉഴപ്പുകയാണ് കേട്ടോ. റജി ചർച്ച ഉഴപ്പിക്കൊണ്ട് പോകല്ലേ? ഉഴപ്പിക്കൊണ്ട് പോകാൻ പറ്റില്ല. റജി ഉഴപ്പിക്കൊണ്ട് പോകാൻ പറ്റില്ല. ചോദിക്കുന്നതിന് സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയുക. പ്രതിരോധത്തിനുള്ളത് ഇക്കാര്യത്തിൽ സർക്കാർ തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സംഭവങ്ങളിൽ പ്രതിരോധത്തിനുള്ളത് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും തന്നെയാണ്. അപ്പോൾ അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. 4 പ്രതികളെ വിളിച്ചിരുത്തിയിട്ട് CPM-ന്റെ പ്രതിനിധിക്ക്, CPM-ന്റെ നിരീക്ഷകന് ഒരുപാട് സമയം കൊടുത്ത് എന്തും പറയാനുള്ള അവസരം കൊടുത്തിട്ട് ഗോകുൽ ഇടപെട്ടില്ലായിരുന്നു. ഗോകുൽ ഇടപെട്ടില്ല. താങ്കൾ ഗോകുലിനോട് ചോദിച്ച ചോദ്യമാണ്. അതിനുള്ള മറുപടി ഗോകുൽ തരും. റജി മിണ്ടാതിരിക്കൂ. റജി മിണ്ടാതിരിക്കണം. ഗോകുൽ പറയട്ടെ. നിങ്ങൾ അവരോട് ഉപയോഗിക്കണമായിരുന്നു ആദ്യം. എന്നെ ഇടപെട്ടപ്പോ എന്തുകൊണ്ട് പറഞ്ഞത്? ഞങ്ങളല്ലേ ഒരു കൂലിക്കാരോ? നിങ്ങളൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം അവരോട് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കേൾക്കൂ. താങ്കളുടെ ഉദ്ദേശം എന്താണ്? താങ്കളുടെ ഉദ്ദേശം എന്താണ്? താങ്കളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇവിടെ പ്രതിരോധത്തിലായിരിക്കുന്ന സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പുമാണ്. അത് എന്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് സംശയമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് നിലപാട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പറയുന്നത് അംഗീകരിക്കാൻ സൗകര്യമില്ല. ഞങ്ങൾ പറയും. ഞാൻ ഇവര് സംസാരിച്ചപ്പോ എന്തായാലും വേണ്ടിയോ? ഈ കൊച്ചു പിള്ളേരെ പോലെ കൊച്ചു പിള്ളേർ മറുപടി പറയട്ടെ. കൃത്യമായി ബോധ്യത്തോട് പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം മറുപടി പറയട്ടെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം. ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഇടതുപക്ഷ പ്രതിനിധി വരുമ്പോഴത്തേക്ക് അവനെ കൊണ്ട് മിണ്ടിക്കത്തില്ല, എല്ലാരെ കൊണ്ടും വേളം വെപ്പിക്കുക. ആ കാലമൊക്കെ പോയി. ഞങ്ങൾ പറയാനുള്ള ഞങ്ങൾ പറയും. ഞങ്ങളെ കേൾക്കാൻ നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥ. അതാണ് ജനാധിപത്യ മര്യാദ. അങ്ങനെയാണ് പൂർണ്ണ സമയം CPM-ന് കൊടുത്തിരിക്കുകയാണ്. പറ്റില്ല കേട്ടോ. ഗോകുൽ പറയൂ. ഞാൻ സംസാരിച്ചപ്പോൾ ഇവരെ കൊണ്ട് മിണ്ടിച്ചത് അത് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് അവരോട് ചോദിച്ചില്ല? അപ്പൊ നിങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് ഞാൻ മാറി തരണോ? അല്ലല്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വേണേ ശബ്ദം മ്യൂട്ട് ചെയ്തോ? ശബ്ദം മ്യൂട്ട് ചെയ്യുന്നില്ല. അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചു. അജണ്ട ഉണ്ട് ഇക്കാര്യത്തിൽ. അല്ലല്ല, അത് പൊതുസമൂഹത്തിൽ ആരോഗ്യവകുപ്പിലെ അനാസ്ഥ തുറന്നു കാട്ടി ഒരു ഡോക്ടറെ കള്ളനാക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത് മാധ്യമങ്ങളാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. അതിപ്പോൾ റജി എത്ര ഒച്ച വെച്ചാലും കാര്യമില്ല. റജിയുടെ വായിലെ വെള്ളം പറ്റും. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു സംശയവും അക്കാര്യത്തിലില്ല. അല്ലല്ല, ഇന്ന് ചർച്ച നടത്തില്ലെങ്കിൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് PR വർക്ക് നടത്തി പർവ്വതീകരിച്ച് ഹിമാലയത്തിന് മുകളിൽ എടുത്തു വെച്ചിരുന്ന കേരള നമ്പർ 1 എന്ന, കേരള മോഡൽ എന്ന, കേരള നമ്പർ 1 ആരോഗ്യം എന്ന് പറയുന്ന ആ കെട്ടുകഥ ഈ മേഖലയ്ക്കകത്ത് ഇടതുപക്ഷക്കാരനായിട്ടുള്ള CPM-കാരനായിട്ടുള്ള പിണറായി വിജയനെ ഗുരുനാഥനായി കാണുന്ന ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന യൂറോളജി വിഭാഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ HOD അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയെ, നെറികേടിനെ തുറന്നു കാട്ടുകയാണ്. അതിനെതിരെയുള്ള നിങ്ങൾ ആ വ്യക്തിക്കെതിരെ, ആ ഡോക്ടർക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. ആ ഡോക്ടറെ ആക്രമിക്കുകയാണ്. മിണ്ടാതിരിക്കൂ. റജി ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. റജി മിണ്ടാതിരിക്കൂ. ഗോകുൽ മറുപടി പറയട്ടെ.
പറയുന്ന HOD യൂറോളജി വിഭാഗം HOD ആയിട്ടുള്ള ഹാരിസ് തിറക്കൽ ഞാൻ പറയുന്നത് ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? പേടിച്ചിട്ടാണോ? നിങ്ങളെ പുഴുവിനെ ആരെങ്കിലും പേടിക്കൂ? പ്രതിനിധി പറയുന്നത് കേരള പൊതുസമൂഹം കേൾക്കുന്നത് പുഴുവാണോ പാമ്പാണോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം. അതൊക്കെ നിങ്ങൾ പാമ്പായിട്ട് പേടിക്കത്തില്ല. സഹോദര, നിങ്ങളൊന്ന് അടങ്ങിയിരുന്നാൽ മറുപടി പറയാം. നിങ്ങളുടെ പാർട്ടിക്കെതിരെയാ. സഹോദര, ഒന്ന് അടങ്ങിയിരുന്നാൽ ഞാൻ മറുപടി പറയാം. ഇവിടെ CPM അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യ വകുപ്പ് മുൻപോട്ട് വയ്ക്കുന്ന നിലപാടെന്താ? പറയട്ടെ. അതൊക്കെ സ്വയം കൊണ്ട് തീരുമാനിച്ചാൽ ഇത് കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്നുണ്ട്. ആരാണ് അടങ്ങിയിരിക്കാത്തതെന്നും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക കേട്ടാ. നിങ്ങളിങ്ങനെ വിരല് കൊണ്ടിരിക്കണ്ട, സമാധാനപ്പെടൂ. അയ്യോ, മര്യാദ പഠിപ്പിക്കുന്നേ ഇല്ല. മര്യാദ പഠിപ്പിക്കാനേ പാടില്ല. നിങ്ങളൊന്നും മര്യാദ പഠിക്കാനേ പാടില്ല. മര്യാദ പഠിക്കാനും പാടില്ല. മര്യാദ നിങ്ങൾക്ക് അറിയാവോ? ആ വാക്കിന്റെ അർത്ഥം അറിയാവോ? മര്യാദ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുക. ഉപകരണങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഉപകരണങ്ങൾ കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ